ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നീതൂസ് ലൈഫ് ഡയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നമുക്ക് പനിയോ ജലദോഷമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നാവിന് രുചി ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചേന കുരുമുളക് ഇട്ടിട്ടുള്ള മുളകേശ്യം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചേന ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുരുമുളക് എടുക്കാം. അതൊന്ന് ചതച്ചെടുക്കണം. അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചേന ഇതുപോലെ വന്നിരിക്കും, നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തവി വെച്ചിട്ട് ഈ ചേനയുടെ പീസസ് എല്ലാം നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഉടയണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേന ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ട്, അതിലൊരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അസുഖമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഐറ്റമാണ് ചേന മുളകേശ്യം. വയറിനും നല്ലതാണ്, അതുപോലെ തന്നെ നാവിന് രുചി കിട്ടാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.